അമൽ, സഭ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? പ്രതിപക്ഷം ഒട്ടും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് നിൽക്കാതെ പ്രതിഷേധത്തിൽ തന്നെയാണോ? സാധാരണ നിലയിൽ നിയമസഭാ സമ്മേളനം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാൻ വിഷയങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് അങ്ങനെ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം അനുശോചനം അർപ്പിച്ച് വയനാട്ടിൽ മരിച്ചവർക്ക് അനുശോചനം അർപ്പിച്ച് പിരിഞ്ഞതിന് പിന്നാലെ പൂർണ്ണമായ നടപടികളിലേക്ക് കടന്നത് ഇന്ന് മാത്രമാണ്. ഇന്ന് തുടങ്ങിയപ്പോൾ മുതൽ പ്രതിഷേധം, സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ മുദ്രാവാക്യം വിളികളാണ്. സഭയുടെ നടുത്തളത്തിലാണ് നിലവിൽ പ്രതിപക്ഷമുള്ളത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ നേരിട്ട് പകർത്താൻ മാധ്യമങ്ങൾക്ക് അനുവാദം കുറെ നാളായി നിഷേധിച്ചിരിക്കുന്നു. സഭാ ടിവിയാണ് ദൃശ്യങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമല്ല, അല്ലേ അമൽ? കഴിഞ്ഞ കുറെ കാലമായി പ്രതിഷേധ ദൃശ്യങ്ങൾ സഭാ ടി വി ഒഴിവാക്കിയാണ് നൽകുന്നത്. ആ ഫ്രെയിമുകളൊന്നും നൽകാറില്ല. നടുത്തളത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. പക്ഷേ ആ ഫ്രെയിമിലേക്ക് ഈ പ്രതിഷേധിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നു നിന്നാൽ മാത്രം അവരുടെ ദൃശ്യം കിട്ടുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. അല്ലാത്ത ഫ്രെയിമുകളൊന്നും സ്പീക്കറുടെ ഡയസിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ സ്പീക്കർ ഇപ്പോഴും ഇടപെടുന്നുണ്ട്. നമുക്ക് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ 2 പ്ലക്കാർഡുകൾ കാണാം. PVക്ക് എതിരെ PR എന്തിന്, PVക്ക് എന്തിന്, PR എന്തിന് എന്നൊരു പ്ലക്കാർഡ് നമുക്ക് ഉയർന്നു കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായ പ്ലക്കാർഡുകളും സ്പീക്കറുടെ ഡയസിന് തൊട്ടു മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് കാണാം. പക്ഷേ പൂർണ്ണമായും ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നില്ല. പ്രതിപക്ഷാംഗങ്ങളെയൊന്നും കാണാൻ കഴിയുന്നില്ല. ആ ദൃശ്യങ്ങൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ശക്തമായ മുദ്രാവാക്യം വിളി തുടരുന്നു. അതിനിടയിൽ ഇപ്പോൾ MLA-മാർ സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രി സംസാരിച്ച് അവസാനിപ്പിച്ചു. വിവിധ വിഷയങ്ങളുണ്ട്. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കിയത് സംബന്ധിച്ച വിഷയത്തിൽ സ്പീക്കറുടെ വിശദീകരണമുണ്ടായി. ADGP RSS കൂടിക്കാഴ്ച, പോലീസിലെ RSS വൽക്കരണം അടക്കമുള്ള ക്രിമിനൽ വൽക്കരണം അടക്കമുള്ള ചോദ്യങ്ങളാണ്. ആ വിഷയങ്ങൾക്ക് മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ടതാണ്. ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 49 ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നം ഇടാത്തതാക്കി മാറ്റി. അപ്പോൾ സ്വാഭാവികമായും രേഖാമൂലം മറുപടി നൽകിയാൽ മതിയാകും. പക്ഷേ അതൊരു തദ്ദേശീയ വിഷയമായതിനാലാണ് ഒഴിവാക്കിയത്. ചട്ടലംഘനമില്ല എന്നുള്ളതാണ് സ്പീക്കർ വിശദീകരിച്ചത്. ആ വിഷയത്തിൽ സ്പീക്കർ ചില ന്യായീകരണങ്ങളും ചട്ടങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഒരു ന്യായീകരണവും നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഡയസിന് മുന്നിൽ തുടരുകയും ചെയ്യുകയാണ് മോദി.